അസ്സലാമു അലൈക്കും. നമ്മുടെ ആഗ്രഹങ്ങളെ വേഗത്തിൽ നേടിയെടുക്കാൻ സഹായിക്കുന്ന ഒരു അമലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടെങ്കിലും അതെങ്ങനെ നേടിയെടുക്കണമെന്നും അതേപോലെ തന്നെ അത് നേടിയെടുക്കുമ്പോൾ ഒരുപാട് തടസ്സങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ വരാറുണ്ട്. ഇത്തരത്തിൽ തടസ്സങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികൾ വരുമ്പോൾ ചിലപ്പോൾ അത് മുഴുവനാക്കാൻ പലർക്കും സാധിക്കാറില്ല. ഇത്തരത്തിൽ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടണമെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരു ദിക്റിനെ നിങ്ങൾ എണ്ണം തെറ്റാതെ ഒന്ന് ചൊല്ലി നോക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര വലിയ കാര്യമാണെങ്കിലും ആ ഒരു ആഗ്രഹം നിങ്ങളുടെ മുമ്പിൽ റബ്ബ് സുബ്ഹാനഹു തആല തുറന്നു തരും. കാരണം ഈ ഒരു അമലിന് വലിയ പ്രത്യേകത ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആലാക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ദിക്റും അതോടൊപ്പം തന്നെ ഈ ഒരു അമല് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ദിക്ർ നമ്മൾ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് മാത്രമല്ല, നമ്മളുടെ തടസ്സങ്ങൾ നീങ്ങാനും വിഷമങ്ങൾ മാറാനും രോഗങ്ങൾ എന്തെങ്കിലും നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും ഒരു വലിയൊരു അമല് തന്നെയാണ് ഈ ഒരു അമല്. ചെയ്യുന്നത് ആത്മാർത്ഥതയോടുകൂടെയും എണ്ണം തെറ്റാതെയും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ വളരെ വേഗത്തിൽ ഈ ഒരു അമലിൻ്റെ ഉത്തരം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. അപ്പോൾ അതേതാണെന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. കഴിയുമെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ ഇതിന് അർഹതപ്പെടുന്നവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഞാൻ ഇത്തരത്തിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ, ഉപകാരപ്പെടുന്ന അറിവുകൾ ഇടുമ്പോൾ നിങ്ങൾക്കത് വേഗത്തിൽ തന്നെ നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ഈ ഒരു അമലിനെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരിക്കലും നമ്മുടെ കാര്യം, നമ്മൾ എന്താണ് ആഗ്രഹിച്ചിട്ടുള്ളത്, നമ്മുടെ എന്ത് കാര്യമാണ് നേടിയെടുക്കാനുള്ളത്, ആ ഒരു കാര്യത്തെ നമ്മൾ ഒരിക്കലും ഒരാളോടും ഷെയർ ചെയ്യാതിരിക്കുക. ഇനി അത് സ്വന്തം കൂടപ്പിറപ്പുകളാണെങ്കിൽ പോലും ആരടുത്തും ഷെയർ ചെയ്യേണ്ട. നമ്മൾ ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, ആ ഒരു ആഗ്രഹത്തിലേക്ക് നടന്നെടുത്ത് അത് ഏകദേശം എത്താനാകുന്ന ആ ഒരു ടൈമിൽ വേണമെങ്കിൽ മാത്രം പറയാം. ഇത്തരത്തിൽ പറഞ്ഞിട്ട് ഒരുപാട് ആളുകളുടെ ആഗ്രഹങ്ങൾ തടസ്സപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് ജോലിയൊക്കെ ഇങ്ങനെ കിട്ടാനായി ഇൻ്റർവ്യൂ ഒക്കെ ഏകദേശം നല്ല രീതിയിൽ നമ്മൾ അറ്റൻഡ് ചെയ്ത് കിട്ടും എന്ന് ഉറപ്പുള്ള സമയത്തായിരിക്കും നമ്മൾ ചിലപ്പോൾ ആരടുത്തെങ്കിലും പറയാം, നല്ല കുഴപ്പമില്ലാത്ത ഇൻ്റർവ്യൂ ഒക്കെ ആയിരുന്നു, ഈ ഒരു ജോബ് ചിലപ്പോൾ എനിക്ക് കിട്ടും എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ആ ഒരു വാക്കിനാൽ ആ ഒരു കാര്യം അവിടെ തടസ്സപ്പെട്ടു പോകും. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്, നമ്മുടെ എന്തൊരു കാര്യമായിക്കോട്ടെ, ഈ ജോലിയുടെ കാര്യം മാത്രമല്ല കേട്ടോ, നമുക്ക് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കുറച്ച് പണം കിട്ടാനുണ്ട്. ആ പണം നമ്മുടെ കയ്യിൽ കിട്ടാനാകുമ്പോൾ നമ്മൾ പറയുകയാണ്, ആ പൈസ എനിക്ക് കിട്ടാനായിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ തടസ്സം കൊണ്ട് അതും അങ്ങോട്ട് ഇല്ലാതായി പോകും. ഇനി കിട്ടിയാൽ തന്നെ അതിനുള്ള ആവശ്യം വേറെ എന്തെങ്കിലും അവിടെ വന്നിട്ടുണ്ടാകും. നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിന് ആ ഒരു പണം നമുക്ക് ചിലവാക്കാൻ സാധിക്കാതെ വരും. അപ്പോൾ ഈ ഒരു അമല് അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ ഏതൊരാഗ്രഹമായിക്കോട്ടെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, അതൊരു വീട് വെക്കാനാണെങ്കിലും ഒരു വാഹനം വാങ്ങിക്കാനാണെങ്കിലും ഒരു വണ്ടി വാങ്ങിക്കാനാണെങ്കിലും നമ്മൾ ആത്മാർത്ഥതയോടുകൂടി അതിന് പരിശ്രമിച്ച് അതിൻ്റെ എൻഡിൻ്റെ അടുത്ത് എത്താനാകുന്ന ടൈമിൽ മാത്രം നമ്മുടെ കുടുംബക്കാരെയും നാട്ടുകാരെയും വീട്ടുകാരെയും കൂട്ടുകാരെയൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനു മുമ്പ് ഒരിക്കലും നിങ്ങൾ അവരുടെ അടുത്തൊന്നും പറഞ്ഞു പോകാതിരിക്കുക. കാരണം നിങ്ങൾക്ക് വലിയ നഷ്ടം സംഭവിച്ചേക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ആ ഒരു അമല് ഏതാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. ചെയ്യുമ്പോൾ ആ ഒരു കാര്യം ആത്മാർത്ഥതയോടുകൂടെ എപ്പോഴും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ആ ഒരു കാര്യം മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിശുദ്ധമായിട്ടുള്ള ഇസ്തിഗ്ഫാറാണ്, അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്നുള്ളത്. ഈ ഇസ്തിഗ്ഫാറിനെ നമ്മൾ 1,00,000 തവണ നമ്മുടെ ആവശ്യം എന്താണെങ്കിലും ആ ആവശ്യത്തെ നിയ്യത്താക്കിയിട്ട് ചൊല്ലി തുടങ്ങാം. ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ ചൊല്ലണ്ട, ഒരാഴ്ച കൊണ്ടും നിങ്ങൾ ചൊല്ലണ്ട. നിങ്ങൾക്ക് സമയമെടുത്തിട്ട് എന്നാണ് ഇത് ചൊല്ലി തീർക്കാൻ കഴിയുന്നത് അന്ന് ചൊല്ലി തീർത്താൽ മതി. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഈ ഒരു അമല് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേണം, ഞാൻ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ എൻ്റെ റബ്ബ് എൻ്റെ കൂടെ ഉണ്ടാകും, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസവും
റബ്ബിനോട് നമ്മൾ പറയുക ഓരോ തെറ്റുകൾ ചെയ്തു പോയതിന് വേണ്ടിയിട്ടും ഒപ്പം എൻ്റെ ഈ ഒരു ആഗ്രഹം നേടിത്തരണേ എന്നുകൂടെ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തുകൊണ്ട് ഈ ഒരു അമലിനെ നമ്മൾ ചെയ്യുക. ഒരിക്കലും ഈ ഒരു അമലിനെ എണ്ണം തെറ്റാതെ നിങ്ങൾക്ക് ചെല്ലാൻ കഴിയുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് വേഗത്തിൽ തന്നെ ഈ ഒരു അമലിൻ്റെ ഫലം നിങ്ങളുടെ മുമ്പിൽ അള്ളാഹു സുബ്ഹാനഹു തആല കാണിച്ചു തരും. അത്രയും എഫക്റ്റീവാണ്, വളരെയധികം പ്രതിഫലമുള്ള ഒരു ഇസ്തിഗ്ഫാറാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഇത് നമുക്ക് ചൊല്ലാനും ഇത് ചൊല്ലിയിട്ട് ഇതിൻ്റെ ആ ഒരു മഹത്വം കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ റബ്ബ് സുബ്ഹാനഹു തആല നടത്തി തരാനും പ്രയാസങ്ങളൊക്കെ നീക്കിത്തരാനും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് അനുഗ്രഹം നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഒരുപാട് ദിക്റുകളും സലാത്തുകളും ഖുറാനും ഒക്കെ പാരായണം ചെയ്ത് നല്ലൊരു അടിമയായിട്ട് ജീവിച്ച് മരിക്കാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വിഷയവുമായിട്ട് ഇനി വീണ്ടും വരാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് തന്നെ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ദിക്റുകളുണ്ടോ ദുആകളുണ്ടോ എന്ന് നിങ്ങൾക്ക് ചോദിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അതിനായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഒരിക്കലും ഞാൻ റിപ്ലൈ തരാതിരിക്കില്ല. എന്നെ കൊണ്ട് കഴിയുന്ന ആളുകൾക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കുക. അത് ചോദിക്കാതിരിക്കരുത്. പറഞ്ഞു തരിക എന്നുള്ളത് എനിക്കിഷ്ടപ്പെടുന്ന കാര്യമാണ്, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.